നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൊടുക്കണ്ട, നമുക്ക് ഉണക്കി കൊപ്രയാക്കി ആട്ടിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ സ്വർണത്തിന്റെ വിലയാ. വെളിച്ചെണ്ണ നമുക്ക് പുറത്ത് കൊടുക്കുകയും ചെയ്യാലോ. അതൊക്കെ ഗോവിന്ദൻ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. സ്കൂളിന്റെ വാർഷിക ഈ വരുന്ന 28-ാം തീയതി ചീഫ് ഗസ്റ്റ് ആയിട്ട് ചെല്ലണമെന്ന് നോട്ടീസ് മെസ്സേജ് ആയിട്ട് അയച്ചതാ. നേരിട്ട് വിളിക്കാനും വരുന്നുണ്ടെന്ന്. അപ്പോ ബാലിന്റെ തിരക്കായിരിക്കുമല്ലോ. എങ്ങനെ പോവാനാ ഗോവിന്ദ? ഇവിടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് സമയമുണ്ടോ? ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കല്ലേ. തിരുപ്പുണ്ട്. കണ്ട ഗോവിന്ദ, പറഞ്ഞ് നാക്ക് വായിലേക്കിട്ടില്ല. പ്രധാന പ്രശ്നം വന്ന് കയറിയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത എന്ത് കൊലച്ചതി പ്ലാൻ ചെയ്തിട്ടാണോ വരുന്നത്? മാഷേ, എപ്പോഴും അതെ. എന്റെ മോനെ കാണുമ്പോഴൊക്കെ ഒരു ചൊറിച്ചില്ല. അല്ല, എന്നെ മാഷ് കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോഴേ എന്റെ കൈയും പിടിച്ച് വന്നവനല്ല ഇവൻ. ഇത് മാഷിന്റെ മോൻ തന്നെയാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്റെ യാതൊരു ഗുണവും ഇവന് കിട്ടിയില്ല എന്ന് മാത്രം. അതെങ്ങനെ കിട്ടാനാ? ചെറുപ്പം മുതൽ അവനെ വേർതിരിച്ചല്ലേ കണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയി തീർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞങ്ങൾ ഇപ്പൊ പോയത് എന്റെ 1-2 ആവശ്യത്തിനാ. എന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ ആരോട് പറയാനാ? ഞാൻ ഒറ്റയ്ക്ക് പോണമല്ലോ എല്ലായിടത്തും. അരവിന്ദ് വന്നപ്പോ അവനെയും കൂടെ കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. നിന്റെ ആവശ്യങ്ങളെന്ന് പറഞ്ഞ ഈ കുടുംബത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. സമാധാനക്കേട് ഉണ്ടാവാതെ നോക്കേണ്ടത് നിങ്ങളാ. മക്കളുടെ ഇഷ്ടം മനസ്സിലാക്കി തീരുമാനം എടുക്കണമായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാലേ സമാധാനക്കേട് ഉണ്ടാവും. നിന്റെയൊക്കെ ഇഷ്ടം നോക്കി വിട്ടിരുന്നെങ്കിലേ ഇപ്പൊ നീ ഏതെങ്കിലും സെൻട്രൽ ജയിലിൽ കിടന്നേനെ. ജയിലിൽ കയറാൻ പോയത് ആരാണെന്ന് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം. ട്രഷറിയിൽ അടയ്ക്കാൻ കൊടുത്ത കാശുമായിട്ട് മുങ്ങാൻ നോക്കി ഒരുത്തിനോട് ഉണ്ടല്ലോ. കഷ്ടിച്ച രക്ഷപ്പെട്ടത്. സത്യം ആകാശിന്റെ ഭാഗത്തായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എന്നാ ആ കേസിന്റെ പേരിൽ അകത്തു പോകാൻ പോകുന്നത് നീയും ഇവളോ? അതെന്തിനാ ഞങ്ങളകത്ത് പോകുന്നത്? കാരണമുണ്ട് ഹേമേ. ആകാശിനെ തട്ടിക്കൊണ്ടുപോയതായിട്ട് അവൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ പെട്ടിക്കുള്ളിൽ ആകാശ് എങ്ങനെ വന്നു? ആ പെട്ടി ഇവിടെ ആര് കൊണ്ടുവന്നു? ഇതെല്ലാം എനിക്കറിയണം. വിശദമായൊരു പരാതി ഞാനും എഴുതി വച്ചിട്ടുണ്ട്. ആ പരാതി വെളിയനാട് സ്റ്റേഷനിൽ മാത്രമല്ല SP-ക്ക് നേരിട്ടും കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അറിയാം ആകാശിന്റെ കയ്യിലെ പണം തട്ടാൻ ശ്രമിച്ചതാണോ അതോ ആകാശ് തന്നെയായിരുന്നു ടാർഗറ്റ് എന്നൊക്കെ. രണ്ടും കേറും ജയിലില്. ബാലമ്മ, കേസൊന്നും വേണ്ട. ആ കൊച്ചേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? കാശ് നഷ്ടപ്പെട്ടില്ല. മോളും ഉണ്ടായിരുന്നേ. അവനെ തിരിച്ചു കിട്ടിയെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ മോളും ഞാനും ബാക്കി ഈ വീട്ടിൽ എല്ലാവരും അനുഭവിച്ച വേദന ഉണ്ടല്ലോ. ആ വേദന ആസ്വദിച്ച് ചിലരുണ്ടല്ലോ ഇവിടെ. അവർക്ക് ശിക്ഷ കിട്ടണം. ബാലമ്മ, അമ്മായിയും അരവിന്ദേട്ടനും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. വെറുതെ ഇവരെ പഴിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ എന്തിനാ? വീണ്ടും നഷ്ടപ്പെടുന്നത് ഈ വീടിന്റെ സമാധാനമല്ലേ? സ്വന്തം ഭാര്യയ്ക്കും മകനും എതിരെ കേസിന് നടക്കുന്ന ആളാണെന്ന് വരെ പറഞ്ഞു പരത്തുന്ന ആളുകളും ഉണ്ടാവും ഈ നാട്ടില്. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും അഭിമാനവും ബാലമാമയെ വലുത്. പ്ലീസ്, ഇനി ഒരു പരാതിയും കൊടുക്കണ്ട. തെറ്റ് ചെയ്തവരെ കാലം പുറത്തു കൊണ്ടുവരും. ശിക്ഷയും കിട്ടും.
ബാല, ചാരുമോള് പറഞ്ഞത് ശരിയാ. ഇനി പരാതി ഒന്നും കൊടുക്കണ്ട. ഹേമ കേട്ടല്ലോ ചാരുമോള് പറഞ്ഞത്. മോൾക്ക് ഈ വീടിന്റെയും ഇവിടെ ഉള്ളവരുടെയും സമാധാനമാണ് വലുത്.